Hello guys. Hello guys. ഹലോ ഗൈസ്, ഇതെന്റെ മൂന്നാമത്തെ ഹലോ ഗൈസ് ആണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് മിണ്ടാണ്ടിരിക്കടി ആലപ്പ. എനിക്കറിയാവുന്ന പാട്ടതൊക്കെയാണ്. ഇവിടെ പാട്ട് സെർച്ചിങ് നടക്കുക. ഹലോ ഗൈസ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് നമ്മുടെ ഫുൾ ഗ്യാങ് ഉണ്ട്. ഫുൾ ഗ്യാങ് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ബാക്ക് ഗ്യാങ് കാണിക്കും. സോന ദ ഡ്രൈവർ, ക്രിസ്റ്റീന ഫ്രണ്ട് സീറ്റ്, ഭവ്യ എന്താണ്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്, എന്റെ ആകെയുള്ള കാനഡയിലെ ഫ്രണ്ട്സ്. നമ്മള് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എന്റെ വീഡിയോയിൽ ഇവരെ കാണുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടല്ല ഇവരെ കാണുന്നത്. ഞങ്ങള് ഇവിടെ കാനഡയിൽ വന്നിട്ട് കോളേജ് തൊട്ടുള്ള പരിചയമാണ്. ഞങ്ങളൊന്നും ഒരേ കോഴ്സൊന്നും അല്ലായിരുന്നു, നമ്മൾ ഒരേ ടൈമിൽ വന്നവരായതുകൊണ്ട് അതെ വഴി കിടന്ന് കിട്ടിയതാണ്. ഇന്നിപ്പം ഞങ്ങളിത് ടൊറോണ്ടോയിലാണ്. ടൊറോണ്ടോയില് ആദ്യം ഞാൻ കിച്ചണറിന് മിസ്സിസാഗ ക്രിസ്റ്റീനയുടെ വീട്ടിലെത്തി. അവിടുന്ന് ക്രിസ്റ്റീനയുടെ വണ്ടിയിൽ നമ്മൾ സോനേനെയും ഭവ്യനെയും പിക്ക് ചെയ്തു. ഭവ്യ ഇന്നലെ സോനയുടെ അപ്പാർട്ട്മെന്റിൽ, സോന ടൊറോണ്ടോ ഡൗൺ ടൗണിലാണ്. അപ്പം അവിടെ വന്ന് താമസിച്ചു. ഇന്ന് അവരെ ജസ്റ്റ് പിക്ക് ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ വേറൊന്നുമല്ല, ഒരു ലാവൻഡർ ഫാം ഉണ്ട് ഇവിടുന്ന് ഒരു എത്ര മിനിറ്റ് ഉണ്ടടി, ഒരു 1 hour അടുപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടേക്ക് പോവുക. അപ്പൊ ഇന്ന് ആ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോ ഞങ്ങൾ ജസ്റ്റ് കാറിൽ ഡ്രൈവ് ചെയ്യുന്നേ ഉള്ളൂ. പാട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും വീഡിയോ വേറൊന്നും എടുക്കുന്നില്ല. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. In 600 meters, turn right onto Warden Avenue, York Regional Road 65. സ്ട്രോബെറി മറ്റേ പിക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. കാലിക്കുപ്പി അതൊക്കെ എന്തിനാ ഉള്ളിൽ വെച്ചേക്കുന്നത്? അതൊക്കെ മണി പ്ലാന്റ് വളർത്താൻ വെച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാന്ന്, കുറച്ച് വെള്ളം വേണം. അതെടുത്ത് കുറച്ച് കുടിച്ചു, നല്ല ഇതായിട്ട്. നീ വെള്ളം എടുത്തില്ലേടി? സോനയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ വെള്ളം. ഗൈസ്, അപ്പൊ നമ്മൾ ദേ ഇവിടെ എത്തിയിരിക്കുകയാണ്. ദേ കണ്ടോ ലാവൻഡർ. ഹായ് ഹായ് ഗൈസ്, ഹായ് ഗൈസ്, ഹായ് ബ്യൂട്ടിഫുൾ ഗേൾസ്, ഗേൾസ്. എന്താണ് ഗൈസ്, എന്തൊക്കെയാണ് ഗൈസ്? എന്നെ എല്ലാണ്ടും കൂടെ എടുത്തിട്ട് വാരുണ്ട്. അധികം ആളൊന്നും ഇല്ലല്ലേ ഡി, കുറച്ച് വരെ ഉള്ളു. നല്ല മണം അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. കുറച്ചും കൂടെ മേളോട്ട് പോകുമ്പം എന്തൊക്കെയുണ്ടെന്നായിരുന്നു പറഞ്ഞേ? കഫേ ഉണ്ട്. കൊള്ളാം, നല്ല സ്ഥലം. തൊപ്പി എടുത്തില്ലേ നീ? ഞാൻ കണ്ണാടി കാറിലായി പോയി. അല്ല, കണ്ണാടി എന്റെ പോക്കറ്റിലുണ്ട്, അല്ല ബാഗിലുണ്ട് ഗൈസ്, ബാഗിലുണ്ട്. ലാവൻഡർ ഫാം. ഗൈസ് നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ സുഖമില്ല, പക്ഷെ ഇതിങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗി, അടിപൊളി. ഞങ്ങൾ കുറേ ഫോട്ടോ സെഷൻ റീൽസിനുള്ള പ്ലാനൊക്കെ നടക്കുക. എന്തേലും നടക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. പോയിക്കുന്നു. അവിടെ ഒരു ലാവൻഡർ കളർ ചെയർ ഉണ്ട്. അപ്പോൾ അതിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഇതിനു വേണ്ടി പോവുകയാണ്.
അതോ ഹെയർ ഫ്രണ്ടിലുള്ളതല്ലേ? എവിടെ ഇത് ഓണാണെങ്കിലും ഫോട്ടോ അത് നീ ഇതിന് പോ. നീ വാ. ഉള്ളത് കൂടെ പോവാനാ ചാൻസ് ഒന്ന്. ലാവൻഡർ അവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാം. നല്ല ചെക്കെന്ന് പറഞ്ഞാ എന്നാ കാണാൻ നല്ലയാണോ സ്വഭാവം നല്ല? എല്ലാ കണ്ടീഷൻസും മീറ്റ് ആവണം. IT ആണോ എഞ്ചിനീയറിംഗ് ഗൈസ്? ഏതെങ്കിലും IT കാണാൻ കൊള്ളാവുന്ന നല്ല സ്വഭാവമുള്ള ചെറുക്കന്മാരുണ്ടെങ്കിൽ വരനെ ആവശ്യമുണ്ട്. വരനെ ആവശ്യമുണ്ട്. അതാണ് കേട്ടോ. ഇത് ഞാനില്ല. ഞാൻ ഒന്ന് കെട്ടിയ ഇതാട്ടോ മധു. വരനെ ആവശ്യമുണ്ട്. എഞ്ചിനീയർ ആയിരിക്കണം. IT ആണെങ്കിൽ അത്രയും നല്ലത്. സൽസ്വഭാവി, സുമുഖൻ, സുന്ദരൻ. കാനഡയിലുള്ള ആള് വേണോ അതോ നാട്ടിലുള്ള ആള് വേണോ? കാനഡയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് കമന്റ് പ്ലീസ്. കമന്റ് ബിലോ. എന്തുവാടി? ടുലിപ്സ് ഞങ്ങൾ ഒരു വട്ടം പോയായിരുന്നു. നയാഗ്രയുടെ അവിടുത്തെ തന്നെയാ പോയത്, കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം. ഇവിടുത്തെ കഫേന്ന് കോൾഡ് കോഫി മേടിച്ചു. ഇതാണ് ഇവിടുത്തെ മെനു കേട്ടോ. ഇതാണ് കഫേ. പിന്നെ വാഷ്റൂം ഉണ്ട്. ഇത് ഉണ്ടോ ഫാം? ഇതാണ് ഫാമിന്റെ തൊട്ടിപ്പുറം തന്നെ. മധുരയില്ലേ? മധുരയില്ലേ? ആരെങ്കിലും ഇവിടെ വരണ്ടെങ്കിൽ ഈ സാധനം ഒരിക്കലും മേടിക്കരുത് കേട്ടോ. ആരെങ്കിലും ഇവിടെ വരണ്ടെങ്കിൽ ഈ സാധനം ഒരിക്കലും മേടിക്കരുത്. ഓ, വാട്ടവെള്ളം പോലെ ഉണ്ട്. മധുരവും ഇല്ല, പാലും ഇല്ല. ഐസ് കോഫി ഇത് പേര്, പക്ഷെ ഒട്ടും ഐസില്ല. എന്നെ കണ്ടിട്ടാണോ? അത് ശരിയല്ലേ? അതിലെ തൊപ്പി, അതിലെ ഡ്രസ്സും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വാട്ടർ ഐസ് കോഫിയും കുടിച്ച് അവിടെ ബെഞ്ച് ഉണ്ട് കേട്ടോ ഇരിക്കാൻ. അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കുറച്ച് ഇങ്ങനെ സംസാരിച്ച് ഇനിയിപ്പോൾ ഇത് ഉച്ചയല്ലേ ആയുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ ടൊറോണ്ടോ ഡൗൺ ടൗണിലോ ഐലൻഡിലോ അങ്ങനെയെല്ലാം പോകാമെന്ന് പ്ലാൻ ചെയ്യുക. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുക. ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യും. നമുക്ക് 3 മണിക്കൂറാണ് ടൈം അലോഡ്. എത്രയായിരുന്നു ഇതിൻ്റെ ഫീസ്? $10. $15 ഒരാൾക്ക്. 3 മണിക്കൂറാണ് നമുക്കുള്ളത്. ഞങ്ങൾ 10 മണിയുടെ സ്ലോട്ടായിരുന്നു എടുത്തത്. അപ്പോൾ 1 മണി വരെയാണ്. പക്ഷേ ഇപ്പോൾ 12 മണിയേ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല. ഇവിടെ ഒന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക, കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുക, പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തടുത്തോട്ട് പോവുക.
ഈ ലൊക്കേഷൻ വൈൻഡപ്പ്. ഇനി അടുത്ത എന്നാന്ന് തീരുമാനിച്ചിട്ട് ഞാൻ പറയാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ കാണാമല്ലോ അല്ലേ, നിറച്ച് ഈ സാധനം മറ്റേ വണ്ട്. കണ്ട 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 ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് സൗണ്ട് ഇതിൽ കേൾക്കാൻ പറ്റണ്ടോന്ന് അറിയത്തില്ല. ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കാം, ശ്രദ്ധിച്ചു നോക്കേ. ഈ വണ്ടിൻ്റെ മൂളുന്ന ഒച്ചയില്ലേ, അത് നിറച്ച് ഇവിടെ ഈ ഒരു ഏരിയയിൽ നല്ല. ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് സൈലൻ്റ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റുന്നു. നല്ല സ്ഥലമാണോ വരണമെന്ന് ചോദിച്ചാൽ നമുക്ക് പൂക്കളും പിന്നെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ $15 കുഴപ്പമില്ല, ഇവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് കുറച്ച് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, റീൽസ് എടുക്കാം, പിന്നെ ഫ്രണ്ട്സായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഒരു 1-2 hours മാക്സിമം. ഇത് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ എന്തോ ബാണും പിന്നെ ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം പറഞ്ഞ് ഞങ്ങൾ അധികം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 1 മണി ആവാറായി, ഞങ്ങളുടെ ടൈം സ്ലോട്ട് തീരാനായി. പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ വഴി, ഈ ക്യാമറയിൽ നല്ല രസമുണ്ട്. കൊള്ളാം. ഗൈസ് അഭിനയിക്കല്ല കേട്ടോ. ആ തുടങ്ങി മതിയടി. ആ സൈറ്റ് ഒന്ന് എടുത്ത് നോക്കി. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ. ഇവിടെ എടി ഇവിടുന്ന് ഇവിടുന്ന് അത് നോക്കേ. ഇവിടുന്ന് നോക്കുമ്പോ നല്ല രസമില്ലേ ദൂരം നിന്ന് എടുക്കുമ്പോ. എനിക്കേട്ടാ താണ്ട കുളം, ചുമ്മാ ഒരു കുളം. അതുപടി നെയിൽസാ. ഷാമ്പു, കണ്ടീഷണർ. Hello guys. Hi guys. Hi guys. Hi Densis guys. ഈ പെണ്ണിത് കുളമാക്കും. Hi guys. എല്ലാരും കുറച്ചു നേരം ഒന്ന് സഹിക്കണം കേട്ടോ. Hi guys. അപ്പൊ നമ്മളിപ്പോ ഒരു തീരുമാനം എടുത്തു. ഇപ്പൊ ഡ്രൈവർ മാറി, ക്രിസ്റ്റീനയായി ഡ്രൈവർ. നമ്മളിപ്പോ ഇവളുടെ അപ്പാർട്ട്മെന്റ് പോവാണ്. ഇവക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൂടെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹഡ്സൺ ബേയിൽ പോയിട്ട് വേറെ ഡ്രസ്സ് എടുത്തിട്ട്, ഞങ്ങൾ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റിലല്ലേ വന്നേ, അപ്പൊ വേറെ ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് വേറെ എടുത്ത് പോവാന്നൊക്കെ. ഞങ്ങൾ പറഞ്ഞില്ല കുഴപ്പമില്ല, ഇത് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇവക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആദ്യം എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകും. പിന്നെ ബാക്കി എന്താന്ന് വെച്ചാൽ You guys are welcome to see my home. My home. പൂർണ്ണ കാണിച്ചു തരാം. സിംഗിൾ പസംഗ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ മാരീഡ്. ഇവക്കാണല്ലോ നേരത്തെ കല്യാണം ആലോചിച്ചത്, അതാരും മറക്കണ്ട. കമന്റ് ഡൗൺ. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ സോനയുടെ അപ്പാർട്ട്മെന്റ്. നമ്മളിവിടെ താഴെ ഗസ്റ്റ് പാർക്കിങ്ങിൽ പപ്പയാൻ പാർക്കാണ് പാർക്ക് ചെയ്തു.
41ാമത്തെ നിലയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ കൂടെ ഒരു പുള്ളിക്കാരനുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ്റെ 36. സോനയുടെ അപ്പാർട്ട്മെന്റിലെ ബാൽക്കണി ആയത്. വലിയ ബാൽക്കണി. വ്യൂ ഉണ്ടോ? വ്യൂ ടൊറോണ്ടോ ഡൗൺ ടൗണിലാണ്. ഹായ്, അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല പച്ച, ഫുൾ വീടുകൾ. ഇങ്ങോട്ട് നോക്കിയാൽ ഫുൾ ഇത് അപ്പാർട്ട്മെന്റ്സ്. നേരെ താഴെ നോക്കിയാൽ റോഡ്. എൻ്റെ ഫോൺ താഴെ പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, ഈ ബാൽക്കണി ഇതാട്ടോ. അത് എന്നിട്ട് ഈ ബാൽക്കണി ഇങ്ങനെ വന്നിട്ട് ഇത് ഇത്രയുണ്ട് ബാൽക്കണി. ഇങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ഉണ്ട്. ഇവളുടെ കോർണർ ഇതാ പ്രോപ്പർട്ടിയാ, ഹൗസാ. ഇതാണ് ഗൈസ് സോനയുടെ അപ്പാർട്ട്മെന്റ്. ക്ലോസ് ചെയ്യട്ടെ. എല്ലാം അകത്ത് കയറി TV കണ്ടോണ്ടിരിക്കണ്ട്. ഇവിടെ ഒരു ക്ലോസറ്റ്, ഇത് ക്ലോസറ്റ്, വാഷ്റൂം, ഇതാണ് കിച്ചൺ. എന്താ ഒരു നീലമയം. കിച്ചൺ, ഇത് അവളുടെ ബെഡ്റൂമാ. ഞാൻ തുറക്കുന്നില്ല. ഹായ് ഗൈസ്. നമ്മളുടെ മാത്രം ഔട്ട്ഫിറ്റ് ചേഞ്ചിന് നമ്മളിവിടെ എത്തിയത്. നമ്മള് ഇവിടെ അടുത്ത് തന്നെ ഒരു ഇസ്താംബുൾ കെബാബ് ഹൗസിൽ ഫുഡ് കഴിക്കാൻ പോവാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ എത്തും. എന്നിട്ട് നമ്മൾ വീണ്ടും എവിടെയെങ്കിലും ഒക്കെ പോകില്ലേ. എന്തായാലും ബീച്ചിൽ ഐലൻഡിൽ പോകാന്ന് വെച്ചപ്പോൾ 6 മണിക്ക് ഐലൻഡ് ക്ലോസ് ചെയ്യും. അപ്പം നമുക്ക് ഫുഡൊക്കെ തിന്ന് ഇറങ്ങി അവിടെ എത്തുമ്പോഴത്തേക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ബീച്ചിൽ പോയി ചുമ്മാ തെണ്ടിത്തിരിഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഡൗൺ ടൗണിൽ കൂടെ നടന്നാണ് പോകുന്നത്. ഇനിയും കാറെടുത്ത് വെറുതെ പോകേണ്ട കാര്യമില്ലല്ലോ. നടന്ന് പോവുക. ഡൗൺ ടൗൺ നടന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ആളുകളൊക്കെ എവിടെയാണോ എന്തോ പോകുന്നത്. ഞാനായിട്ടത് മാപ്പ്. ഇവിടുത്തെ ആരും ഫോൺ എടുത്തിട്ടില്ല. എൻ്റെ ഫോണിൽ തന്നെ മാപ്പും എൻ്റെ ഫോണിൽ തന്നെയാണ് വ്ലോഗും. നോക്കട്ടെ. എൻ്റെ തല എൻ്റെ, സോനയുടെ തല സോനയുടെ. ബാക്കിൽ കൂടെ 360 ക്യാമറ. നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും ഐറ്റംസ് വരാനുണ്ട്. പക്ഷെ എല്ലാവരും വിശന്നിരിക്കുന്ന കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ഇതാണ് നമ്മൾ കേട്ടോ ഒരു നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. വലിയ റെസ്റ്റോറൻറ്റാണ് ഇത്. ലാം ചോപ്സ് ആണ്. നമ്മൾ വേറെ എന്താണ്ടും കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വരുവാണെന്നുണ്ടെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ബൈ. അടുത്ത സാധനം വന്നിട്ടുണ്ട് മിക്സ്ഡ് പീഡ. പിസ്സ പോലെ ഇല്ലേ, എല്ലാവരും പിസ്സയാണ് ഗൈസ്. ഫ്രഷ് ലെറ്റസ് കേക്കും
എന്തായിരുന്നു കാരമൽ മിൽക്ക് പുഡിങ്, ടർക്കിഷ് ടീയും. സോനയുടെ അപ്പാർട്ട്മെന്റ് നിന്ന് നോക്കിയ CN ടവർ കണ്ടോ? CN ടവർ നേരെ ബാൽക്കണിയിൽ നിന്ന് നേരെ നോക്കിയുള്ള ഇത് അതന്നെ, സോറി, ലിവിംഗ് റൂമിൽ നിന്ന് നോക്കിയാലും നേരെ കാണാൻ പറ്റും CN ടവർ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഞങ്ങളിന്ന് വൈകുന്നേരം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സോഫ കണ്ട് ഞങ്ങളെല്ലാവരും അതിൽ അട്ടിയടുക്കി കിടന്ന് സമയം പോയതറിഞ്ഞില്ല. വിശേഷവും ഇതെല്ലാം പറഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് സമയം പോയതറിഞ്ഞില്ല. അതാണ് ഞങ്ങൾ വിചാരിച്ചു ഇനി വേറൊരു ദിവസം, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ അപ്പാർട്ട്മെൻറ്റും ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ വേറൊരു ദിവസം സ്ലീപ്പ് ഓവർ പോലെ പ്ലാൻ ചെയ്തിട്ട് ടൊറോണ്ടോ ഫുള്ള് കറങ്ങുന്ന രീതിയിൽ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ അത് കാരണം ഇന്നിപ്പോൾ പിരിയാണ്. ഇന്ന് പിരിയാന്ന് പറഞ്ഞപ്പോൾ 6:30 കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടുന്ന് 1 മണിക്കൂറിൽ കൂടുതലുണ്ട് മിസ്സാഗയിൽ നിന്ന് വീണ്ടും എനിക്ക് 1 മണിക്കൂറുണ്ട് കിച്ചണർ. അപ്പം വീടെത്തുമ്പോൾ രാത്രിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിടത്തോട്ട് നടക്കുകയാണ്. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ സോനേനെയും ഭവ്യനെയും കാണിച്ചു തരാം. ഭവ്യ ദേ പോവാ. അവള് യൂണിയൻ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടാ പോകുന്നത്. സോന ഞങ്ങളെ യാത്ര അയക്കാൻ പാർക്കിങ്ങിലോട്ട് കൊണ്ടുപോകുന്നു. ക്രിസ്റ്റീന എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ അടുത്ത പ്രാവശ്യം മറ്റേ ട്രെയിൻ എടുത്ത് വരാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അതാകുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ പാർക്കിങ്ങിൻ്റെ ഇതൊന്നും തപ്പി നടക്കണ്ടല്ലോ, ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. അതിൻ്റെ മണം, കഞ്ചാവിൻ്റെ മണം. ഹലോ ഗൈസ്, അപ്പോൾ ദേ ഞാൻ വീടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 8:30 മണിയായി. അയ്യോ, നല്ല രസമായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എന്താ, രാവിലെ ഇവിടുന്ന് ഞാൻ 6 മണിക്ക് എണീറ്റു. 7:15 ആയി. 7:15 മുന്നേ ഇവിടുന്ന് ഇറങ്ങി. ക്രിസ്റ്റീനയുടെ വീട്ടിൽ ചെന്നു മിസ്സാഗ. അവിടുന്ന് അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ക്രിസ്റ്റീനയുടെ വണ്ടിയിൽ നമ്മൾ സോനേനെയും ഭവ്യേനെയും പിക്ക് ചെയ്യാനായിട്ട് ടൊറോണ്ടോ അവരുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ പോയി. അവിടുന്ന് പിന്നെ 1 മണിക്കൂർ ഉണ്ടായിരുന്നു ഈ സ്ഥലം, ലാവൻഡർ ഫാം. അവിടെ പോയി അവിടെ പോയിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പറഞ്ഞ പോലെ അവിടെ എത്തി, ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് സ്ട്രീറ്റിൽ കുറച്ചു നേരം നടന്നു. ഫുഡ് കഴിച്ചത് ഭയങ്കര ഇതായിപ്പോയി. ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നിട്ട് അപ്പാർട്ട്മെന്റിൽ കയറി സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് ബീച്ചിൽ പോവാം, എന്നിട്ട് അതുവഴി നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷെ വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ സോഫ കണ്ടപ്പോഴത്തേക്ക് എല്ലാം അവിടെ അട്ടിയിട്ടണക്ക് കിടന്നു. പിന്നെ എങ്ങും പോവാൻ തോന്നിയില്ല. പിന്നെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. എന്നിട്ട് 6:30 എന്തോ ആയപ്പോഴാണ് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടുന്ന് പിന്നെ അവിടുന്ന് മിസ്സാഗയിലോട്ട് ട്രാഫിക് ഉണ്ടായിരുന്നു. ശരിക്കും 28 മിനിറ്റ് 25 മിനിറ്റ് എന്തോ ഉള്ളായിരുന്നു ക്രിസ്റ്റീനയുടെ അടുത്തോട്ട് അവിടുന്ന്. പക്ഷേ ട്രാഫിക് കാരണം 3/4 മണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 55 മിനിറ്റ്. ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് പാർക്കിങ്ങിൽ കിടക്കുക, കയറിയിട്ടില്ല. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ 4 പേരും എന്ന് പറഞ്ഞാല് കോളേജിൽ, ഇവിടെ കാനഡയിൽ കോളേജിൽ വന്നപ്പം തൊട്ട് ഉള്ള പരിചയം. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരേ കോഴ്സും ഒന്നും അല്ലായിരുന്നു, പല കോഴ്സുകളായിരുന്നു. പക്ഷെ നമ്മൾ ഒരേ ടൈമിൽ വന്നതുകൊണ്ട് നമുക്ക് കുറെ ഒരു ഫ്രണ്ട്സ്, ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് പേര്. പക്ഷെ അതിലിപ്പോൾ 4 പേരാണ് നമ്മൾ ഇപ്പോഴും കോണ്ടാക്റ്റിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വിളിക്കും അല്ലെങ്കിൽ എല്ലാ മാസവും വിളിക്കും, അങ്ങനെയൊന്നും അല്ല. നമ്മൾ എന്തെങ്കിലും വിശേഷം ഉള്ളപ്പം വിളിക്കും. പക്ഷെ നമ്മളിങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മീറ്റപ്പ് അല്ലെങ്കിൽ ഒരു ട്രിപ്പ്, നമ്മളിങ്ങനെ ഒരു 1 ഡേ ട്രിപ്പ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്, അത് നടത്താറുണ്ട്. കഴിഞ്ഞ കൊല്ലം മാത്രം ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അതെന്തായിരുന്നു എന്നുള്ളത് ഓർമ്മയില്ല. ഒരു വട്ടം ഞങ്ങൾ മറ്റേ വാട്ടർ തീം പാർക്കിലൊക്കെ ആയിരുന്നു പോയത്. ഈ കൊല്ലം ശരിക്കും ഞങ്ങൾ മറ്റേ സ്പാ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോവാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. സ്പാ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ സ്പാ അല്ല, വലിയൊരു റിസോർട്ട് പോലത്തെ സംഭവം. അപ്പോൾ അവിടെ ഇങ്ങനെ പല ടൈപ്പിലുള്ള മസാജ്, ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ്, പിന്നെ സോന, അങ്ങനെ കുറേ സാധനങ്ങളുള്ള സ്ഥലം. പിന്നെ അത് നമ്മൾ ലോങ് ആയതുകൊണ്ടാണോ എന്തോ നമ്മളത് ഒഴിവാക്കി
ഒഴിവാക്കിയിട്ട് പിന്നെ കണ്ടുപിടിച്ചു. നമുക്കിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോകണം എന്നുള്ളതല്ല, നമ്മളെല്ലാവരും പല സ്ഥലത്തായതുകൊണ്ട് ഒരു ദിവസം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇത്ര നമ്മൾ കാണുമ്പോൾ നമ്മൾ മിണ്ടാറില്ല എന്നുള്ള ഒരു ഇതൊന്നുമല്ല. ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്നില്ലെന്നുണ്ടെങ്കിലും ആ ബന്ധം നമ്മുടെ മനസ്സിലും പിന്നെ കാണുമ്പോഴും നമുക്കത് തോന്നുന്ന ഒരു ബന്ധങ്ങളുണ്ടല്ലോ. നമ്മളങ്ങനെ സംസാരിക്കാറില്ലല്ലോ നമ്മളാരും എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയൊന്നും അല്ല, നമ്മൾ ഭയങ്കര അതിപ്പോ എന്നിട്ട് നമ്മളിങ്ങനെ പറയായിരുന്നു, ചിലപ്പോൾ നമ്മൾ ഈ കാനഡയിൽ വന്ന് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ സ്ട്രഗിളിങ് ആദ്യം തൊട്ടേ ഉള്ള സ്റ്റേജ് തൊട്ട് നമ്മളെല്ലാം ഒരുമിച്ച് നിന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ആ ഒരു അടുപ്പം ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. എല്ലാവർക്കും പിരിയാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പിന്നെ വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ട്രിപ്പൊന്നും അല്ല, നമുക്കിങ്ങനെ ഒരു സ്റ്റേ ഓവർ പോലെ. ഞങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും പോകണമെന്നൊന്നും നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് കൂടണം, അത് അത്രേ ഉള്ളൂ. അത് ആരെങ്കിലും വീട്ടിലാണെങ്കിലും ഓക്കെയാ. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പം നമ്മൾ ഇപ്പം സോനയ്ക്ക് അപ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ സ്റ്റേ ഓവർ പോലെ വല്ലതും ചെയ്യാം എന്നൊക്കെയാണ് ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഒന്നും ഡേറ്റ് അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു ദിവസം നിന്നിട്ട് ടൊറോണ്ടോ അവിടെ പോകാൻ പറ്റുന്നിടത്തൊക്കെ പോവാം. ചുമ്മാ എനിക്കങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെ ചുമ്മാ നടക്കണം. അപ്പൊ നമ്മളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ പോവാന്ന്. ഇപ്പൊ കിച്ചണറിന് ടൊറോണ്ടോയ്ക്ക് ട്രെയിൻ ഉണ്ട്, മിസിസാഗേന്ന് ക്രിസ്റ്റീനയ്ക്ക് കയറാം, ഭവ്യ അവിടുന്ന് ട്രെയിനിൽ ടൊറോണ്ടോയ്ക്ക് വരും. അപ്പം നമുക്ക് കാർ എടുത്താൽ ഈ കാർ ഇത്രയും ഡ്രൈവ് ചെയ്യുന്നത്, ആ ട്രാഫിക്, പിന്നെ ടൊറോണ്ടോയിൽ ചെന്നാൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് പാർക്കിങ് കണ്ടുപിടിക്കുന്നത് പേ ആൻഡ് പാർക്ക് ആയിരിക്കും. അപ്പം അതെല്ലാം ഭയങ്കര പാടായതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ പോകാം. അത് പിന്നെ ഒരു വേറൊരു എക്സ്പീരിയൻസും ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഓണത്തിന് ക്രിസ്റ്റീനയുടെ വീട്ടിൽ ഓണം ഒരു ദിവസം, ഇപ്പം മെയിൻ ഓണം അല്ല, മെയിൻ ഓണം നമ്മൾ ഇവിടെ നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ, നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ ഇത് ചെയ്യും. അതല്ലാണ്ട് നമ്മൾ ഒരു ദിവസം ക്രിസ്റ്റീനയുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ഓരോ കറികൾ ഉണ്ടാക്കിക്കൊണ്ട് ചെന്നിട്ട് കൂടാമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രാക്ടിക്കൽ നടക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ദിവസമായിരുന്നു, അടിപൊളി ദിവസമായിരുന്നു. ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ കാണിക്കാതെ എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതും വീട്ടിൽ നിന്ന് കാണിച്ച കാര്യങ്ങളും സംസാരിച്ചതും പിന്നെ സ്ട്രീറ്റിൽ കൂടെ നമ്മളിങ്ങനെ കുറേ നടന്ന് അങ്ങനത്തെ ഒരിത് അതാണ് കാണിക്കാത്തത്. പിന്നെ ഫുഡ് കഴിച്ചത് ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് മറ്റേ ഇസ്താംബുൾ കെബാബ് ഷോപ്പ് അങ്ങനെ എന്തോ ആയിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അത് നല്ല ഇന്റീരിയറും ഒക്കെ നല്ല ഉണ്ടായിരുന്നു, വലുതായിരുന്നു. ഫുഡും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തൊക്കെ കാണിച്ചു തന്നായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.